തന്റെ അമ്മയുടെ ആരോഗ്യനില വളരെ മോശമാണ്. എത്രയും പെട്ടെന്ന് സർജറി വേണം. എന്റെ ഫീസ് 50,000 രൂപയാണ്. എത്രയും പെട്ടെന്ന് കാശുമായിട്ട് വരും. എൻ്റെ പൊന്നു ലിസി, ഞാൻ ഫോൺ എടുക്കാതിരുന്നത് അവള് വീട്ടിലുണ്ടായിരുന്നതുകൊണ്ടാ. നീ അങ്ങ് ക്ഷമിച്ചുകളാ. ദേ, ഈ പെട്ടിയിലിപ്പോൾ 1,00,000 രൂപ ഉണ്ട്. നീ പറ, പാർക്കിൽ പോകണോ, ബീച്ചിൽ പോകണോ, സിനിമയ്ക്ക് പോകണോ, എവിടെ വേണമെങ്കിലും പോകാം. എല്ലാം നിനക്കുള്ളതല്ല എൻ്റെ പൊന്നെ. സാർ, മോളു, ഞാൻ പിന്നെ വിളിക്കാം. താൻ നേരത്തെ വന്നോ? ഞാൻ പറഞ്ഞായിരുന്നല്ലോ സാർ, നാളെ എൻ്റെ അമ്മയുടെ ഓപ്പറേഷനാണ്. ഓ, ഞാനതങ്ങ് മറന്നു. ഇതാ ഈ മാസത്തെ ശമ്പളം. സാർ, ഞാനൊരു 10,000 രൂപ ചോദിച്ചിരുന്നു. തരണമെന്നുണ്ട്, പക്ഷെ ഇവിടെ കാശില്ല. സാർ, എൻ്റെ അമ്മ. തന്നോട് പറഞ്ഞാൽ മനസ്സിലായില്ലേ? ഇവിടെ പൈസ ഒന്നുമില്ല. താൻ പോയി. പറമുത്തേ.
ഹലോ, എങ്ങോട്ടാ? എങ്ങോട്ടാന്ന്? എങ്ങോട്ടാ? ഡോക്ടറെ ഒന്ന് കാണാനാ. ഏയ്, ഇപ്പൊ കാണാൻ പറ്റത്തില്ല. അങ്ങനെ പറയില്ലേ, എനിക്ക് ഡോക്ടറെ കണ്ടേ പറ്റൂ. അങ്ങനെയാണെങ്കിൽ ഒരു 500 രൂപ ഇങ്ങെടുക്ക്. എൻ്റെ കയ്യിൽ 500 ഒന്നുമില്ല ചേട്ടാ. ഇല്ലേ? ആവോ 100 രൂപ. ശരത് എന്തായി പറയുന്നത്? നാളെ ഓപ്പറേഷൻ ഫിക്സ് ചെയ്തിട്ട് ഇപ്പൊ ഒന്ന് കാശില്ലെന്ന് പറഞ്ഞ? മേഡം, ഓപ്പറേഷൻ മുടക്കരുത്. കാശ് ഞാൻ എങ്ങനെയെങ്കിലും കൊണ്ടുതരാം. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? കാശില്ലാതെ എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കാശ് കൊണ്ടുവന്നാ ഓപ്പറേഷൻ. ഡോക്ടർ, അങ്ങനെ പറയരുത്. എനിക്ക് 5 വയസ്സുള്ളപ്പോൾ എൻ്റെ അച്ഛൻ മരിച്ചതാണ്. പിന്നെ എന്നെ വളർത്തിയ എൻ്റെ അമ്മയാണ്. അമ്മയുടെ ചികിത്സയ്ക്ക് വേണ്ടി എനിക്ക് കിടപ്പാടം വരെ വെക്കേണ്ടി വന്നു. ഇനി എനിക്കൊന്നുമില്ല. എന്നെ സഹായിക്കണം. ഞങ്ങളെ കൈവിടരുത്. പറ്റില്ല ശരതേ. ഡോക്ടറെ, എൻ്റെ അമ്മ. എനിക്ക് എൻ്റെ അമ്മയില്ലാതെ ജീവിക്കാൻ പറ്റില്ല ഡോക്ടർ. എന്താ ഇത്? കാശ് കിട്ടാനൊരു വഴിയുണ്ട്. പക്ഷേ എന്താണ്? എന്തായാലും കുഴപ്പമില്ല, എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയല്ലേ. വേറൊന്നുമല്ല, തന്റെ ഒരു കിഡ്നി കൊടുത്താൽ മതി. പ്രതിഫലമായിട്ട് 1 ലക്ഷം രൂപ കിട്ടും. തന്റെ അമ്മയുടെ ഓപ്പറേഷനും നടക്കും. താൻ ആലോചിക്കും. ആലോചിക്കാനൊന്നുമില്ല ഡോക്ടർ. എനിക്ക് 100 വട്ടം സമ്മതമാണ്. എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയല്ലേ. എന്നത്തെ ഹോസ്പിറ്റലിലേക്ക് ചെല്ലും. ഹലോ. സുരേഷേ, കിഡ്നി കൊടുക്കാൻ ഒരു പയ്യൻ റെഡി ആയിട്ടുണ്ട്. 3 ലക്ഷം രൂപ കൊടുക്കണം. എൻ്റെ ഈ തന്നാ മതി. ഇന്ന് തന്നെ. ശരി, ഹോസ്പിറ്റലിൽ വെച്ച് കാണാം. സർ, എൻ്റെ കാര്യം പറഞ്ഞ കാശ് വന്നിട്ടുണ്ടോ? ഇല്ല സാർ. പരിചയമുണ്ടല്ലോ അല്ലേ? അറിയാം. ഇവിടെ ഇരിക്കാം. എന്തായാലും കൊടുക്കണം. കൊടുക്കാം. ആള് വന്നു. എന്തായാലും നിങ്ങൾക്ക് ഭാഗ്യമുണ്ട്. നിങ്ങളുടെ ഭാര്യയ്ക്ക് കിഡ്നി തരാൻ ഒരാൾ തയ്യാറായിട്ടുണ്ട്. പക്ഷേ അയാൾക്ക് കാശായിട്ട് 5 ലക്ഷം രൂപ കൊടുക്കണം. കാശ് എത്ര വേണമെന്ന് കൊടുക്കാം. പക്ഷെ എൻ്റെ അമ്മയുടെ ജീവൻ രക്ഷിക്കണം. അച്ഛൻ പേടിക്കാതെ, ഞാനില്ലേ കൂടെ. ഒരു കാര്യം ചെയ്യാം, പൈസ ഇല്ല, ഞാൻ ആ പയ്യന് വേഗം കൊണ്ട് കൊടുത്തിട്ട് വരാം. മൊത്തം ഉണ്ടല്ലോ അല്ലേ? എന്നാ ശരി, എന്നാ ഓക്കെ. ശരത്തെ, കാശ് റെഡി ആയിട്ടുണ്ട്. ഇന്ന് തന്നെ എഗ്രിമെന്റ് സൈൻ ചെയ്യണം. കുറച്ച് ടെസ്റ്റും കാര്യങ്ങളും ഉണ്ട്. ഇന്ന് തന്നെ വരണം. ഓക്കെ? ഓക്കെ. ഹലോ. കാശ് റെഡിയാണെങ്കിൽ ആളെ റെഡിയാ.